കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 3. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തൃശൂരിൽ നിന്നുള്ള ഷാരോൺ ജോസഫിന്റെ സാക്ഷ്യം. ആക്സിഡന്റിനെ തുടർന്ന് 1% പോലും കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച ശേഷം നീലസാരി ഉടുത്ത സഞ്ചാരി മാതാവ് അനിയന്റെ അടുത്ത് വന്നു. ശേഷം നടന്നത്: എന്റെ അനിയൻ ഒരു ആക്സിഡന്റിനെ തുടർന്ന് മുഖത്തെ എല്ലുകളെല്ലാം പൊടിഞ്ഞു പോവുകയും കണ്ണിന്റെ ഞരമ്പുകളൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡാമേജ് ആയെന്നും കണ്ണിന്റെ കാര്യത്തിൽ 1% പോലും പ്രതീക്ഷയില്ല എന്നും റിബ്സിനും ബാക്ക് ബോൺസിനും ഫ്രാക്ചർ സംഭവിച്ചുവെന്നും പറഞ്ഞു. എന്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. വെന്റിലേറ്ററിലായിരുന്ന അനിയന്റെ തലയിൽ ഞാൻ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം കണ്ണിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് കണ്ണ് കിട്ടില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഓപ്പറേഷനും ട്രീറ്റ്മെന്റും മെഡിസിനും കൊണ്ട് റിക്കവർ ചെയ്തെടുക്കാം എന്നാണ്. അമ്മ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഓപ്പറേഷന് ശേഷം ഒരു നീല സാരി ഉടുത്ത ചേച്ചി എന്റെ അടുത്ത് വന്ന് നിന്നതായി ഒരു സ്വപ്നം പോലെ കണ്ടുവെന്ന് അനിയൻ പറഞ്ഞു. അനിയന് സൗഖ്യം ലഭിച്ചു. കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. എറണാകുളത്ത് നിന്നുള്ള അനിത ടോമിയുടെ സാക്ഷ്യം. ഉടമ്പടി എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഉടമ്പടി ക്ലാസ് കൂടുമ്പോൾ ആ ആനന്ദം എനിക്ക് തിരിച്ചു കിട്ടി. 11ാം ദിവസം നടന്ന അത്ഭുതം. ഞാൻ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയ സമയത്ത് ഫാമിലിയിൽ ഉണ്ടായ പ്രശ്നം മൂലം ഞാൻ മാനസികമായി തകർന്നു. അതിൽ ഇൻവോൾവ് ആയ വ്യക്തികളോട് എനിക്ക് വൈരാഗ്യമുണ്ടായി. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ചെറിയ ബ്ലീഡിങ്ങും ഡിപ്രഷനുമായിരുന്നു. ഡിപ്രഷൻ കൂടി എന്നെ സൈക്യാട്രിയിൽ കാണിച്ചു. കൂടാതെ എന്റെ തൊണ്ടയിൽ ക്യാൻസർ ആണെന്നറിഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മുമ്പുണ്ടായിരുന്ന ആനന്ദം തിരിച്ചു കിട്ടി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. 11ാം ദിവസം ഒരു ഫോൺ കോളിലൂടെ ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ തീർന്നു. എന്റെ ക്യാൻസർ മാറി. ഉടമ്പടി എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എറണാകുളം എളമക്കരയിൽ നിന്നുള്ള സേവ്യറിന്റെ സാക്ഷ്യം. പ്രത്യക്ഷീകരണത്തെ സാധൂകരിക്കുന്ന സാക്ഷ്യവുമായി സേവ്യറും കുടുംബവും. എനിക്ക് വയറുവേദന വന്ന് ഡോക്ടറെ കണ്ട് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ ഉദരത്തിൽ ക്യാൻസർ ആണെന്നും ഉടനെ 8 കീമോ ചെയ്യണമെന്നും പറഞ്ഞു. ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ ഒരു സ്ത്രീ ഭാര്യയോട് നിന്റെ ഭർത്താവിന് ക്യാൻസർ ആണെന്നും കീമോ ചെയ്യണ്ട എന്നും പറയുന്നതായി കണ്ടു. ഞങ്ങളൊരു ധ്യാനത്തിന് പോകാമെന്ന് തീരുമാനിച്ച് ഒരു വചന പ്രഘോഷകനെ വിളിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു പറഞ്ഞത് കൃപാസനമാണ് കാണിക്കുന്നത്, അവിടെ ഒന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. എന്റെ ഭാര്യ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി കീമോ ഇല്ലാതെ തന്നെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മാന്നാർ കടുത്തുരുത്തിയിൽ നിന്നുള്ള ജെസി ജോഷിയുടെ സാക്ഷ്യം. കടബാധ്യതയാൽ നട്ടം തിരിഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഞാൻ നടന്നിരുന്നത്. ഉടമ്പടി എന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റി എഴുതി. എനിക്ക് 18 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. ഭർത്താവിന് സുഷ്മനാ നാഡി ബ്ലോക്ക് ആയതിനാൽ തലയ്ക്കൊരു മേജർ ഓപ്പറേഷൻ നടന്നു. അതിനുശേഷം ഹെർണിയയുടെയും മൂത്രത്തിൽ കല്ലിന്റെയും അസുഖം മൂലം 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും സീരിയസ് ആണ്, ഉടനെ സർജറി വേണമെന്ന് പറഞ്ഞു. മക്കൾക്ക് ഓരോ അസുഖങ്ങൾ. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്ത് റിസൾട്ടുമായി പോയി സർജറി ഡേറ്റ് തീരുമാനിക്കാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഈ റിസൾട്ടിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ഒഴിവായി കിട്ടി. സൗഖ്യം ലഭിച്ചു. കൂടാതെ എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. 5 പൈസ ചിലവില്ലാതെ എനിക്ക് UK ഒരു കുഞ്ഞിനെ നോക്കുന്ന ജോലി നല്ല ശമ്പളത്തിൽ ലഭിച്ചു. കടബാധ്യത തീർക്കാനും സാധിച്ചു. മേരികുളത്തു നിന്നുള്ള റോയിയുടെ സാക്ഷ്യം. 9 വർഷം ചികിത്സയിലായിരുന്നെങ്കിലും ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചിരുന്നില്ല. ഉടമ്പടിയിൽ ഉടനടി എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ. ഒരു ക്യാൻസർ രോഗിയായ ഞാൻ 9 വർഷമായി ചികിത്സയിലായിരുന്നു. എന്നാൽ പൂർണ്ണമായി സുഖപ്പെട്ടില്ല. എന്റെ വയറിലും കഴുത്തിലും മുഴകളായിരുന്നു. അതെടുത്തു കഴിഞ്ഞപ്പോൾ നീര് വരാൻ തുടങ്ങി. വിശപ്പുമില്ലായിരുന്നു. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലായി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധാമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ക്യാൻസർ ഇല്ല എന്നറിഞ്ഞു. അതിനുശേഷം എനിക്ക് നീര് വന്നിട്ടില്ല. വിശപ്പും ഉണ്ടാകാൻ തുടങ്ങി. കൂടാതെ 47 വർഷമായി എനിക്ക് പുകവലിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഞാൻ ഈ മുറ്റത്ത് വന്ന് നിന്ന് പുകവലിച്ചപ്പോൾ
ഇന്നുകൊണ്ട് നിന്റെ പുകവലി ഞാൻ നിർത്തുമെന്ന് മാതാവ് എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം 8 മാസമായി ഞാൻ പുകവലി പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഞാൻ ജപമാല ചൊല്ലാനും പള്ളിയിൽ പോകാനും തുടങ്ങി. കൊട്ടാരക്കരയിൽ നിന്നുള്ള മേഘയുടെ സാക്ഷ്യം. പത്രപ്രേഷിത പ്രവർത്തനം കഴിഞ്ഞതും എൻ്റെ ഭർത്താവ് പൊട്ടിക്കരഞ്ഞു. ശേഷം ഞങ്ങളുടെ ജീവിതഗതി തന്നെ മാറ്റിമറിച്ച ഒരു ഫോൺ കോൾ വന്നു. ഞാൻ പാരാമെഡിക്കൽ കോഴ്സായ റേഡിയോളജി പഠിച്ചിറങ്ങിയെങ്കിലും 1 വർഷമായി എനിക്ക് ഒരു ജോലിയും ശരിയായില്ല. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും ചോദ്യങ്ങളും മൂലം ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും കാണുകയും ചെയ്തു. അതിനുശേഷം എനിക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ കോൾ വരികയും എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ വിദേശത്തായിരുന്ന എൻ്റെ ഭർത്താവിന് കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് 2 വർഷമായി നാട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നു. ഭർത്താവ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. കൃപാസനം പത്രം എല്ലാവർക്കും കൊടുത്ത ശേഷം തിരികെത്തിച്ച് മാതാവിന്റെ മുമ്പിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഒരു ഇന്റർവ്യൂ കോൾ വരികയും 1 മാസത്തിനുള്ളിൽ ഇറാഖിൽ സേഫ്റ്റിയിൽ HC എഞ്ചിനീയറായി ജോലി ലഭിച്ചു. കായംകുളം ചാരുമൂട് നിന്നുള്ള ജിബിന്റെ സാക്ഷ്യം. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ കൈയാകുന്ന കൃപാസനം പത്രമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. സഞ്ചാരി മാതാവ് എനിക്ക് ചെയ്തു തന്നത്. എനിക്ക് പഠിത്തത്തിലുണ്ടായിരുന്ന പോരായ്മകളും ബാക്ക് പേപ്പേഴ്സും എന്നെ മാനസികമായി ഒരുപാട് തളർത്തി. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ കൈയാകുന്ന കൃപാസനം പത്രം എനിക്ക് കിട്ടുകയും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അതിനുശേഷം 4 ആയിരുന്ന എൻ്റെ ബാക്ക് പേപ്പേഴ്സ് 7 ആയി ഉയർന്നുവെങ്കിലും അത് എന്നെ ഒരിക്കലും തളർത്തിയില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ദൈവത്തോടടുക്കുമ്പോൾ ക്ലേശങ്ങളും ഭാരങ്ങളും നമുക്ക് കൂടും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ഉടമ്പടിയുമായി മുന്നോട്ടു പോയി. ആ സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്പെഷ്യൽ സപ്ലിമെന്ററി എക്സാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഹാൾ ടിക്കറ്റുമായി വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എല്ലാ പേപ്പറുകളും എനിക്ക് പാസ്സാകാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. വയനാട് മാനന്തവാടിയിൽ നിന്നുള്ള ഷിബുവിന്റെ സാക്ഷ്യം. കടങ്ങൾ കൂടി വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചത് 10 സെന്റ് ഭൂമിയും ചെറിയ വീടുമാണ്. മാതാവ് ഉടമ്പടി വഴി തന്നത് 35 സെന്റ് ഭൂമിയും നല്ലൊരു വീടും. എനിക്ക് ബാങ്കിലും മറ്റുമായിട്ട് 6 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. കടം വീട്ടാൻ ഒത്തിരിയേറെ ആൾക്കാരെ സമീപിച്ചു. 10 വർഷത്തോളമായി സ്ഥലം വിൽക്കാനായി ശ്രമിക്കുന്നു. പലരും വരുമെങ്കിലും സ്ഥലം കച്ചവടമാകുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ച് കാശുരൂപം തന്നിട്ട് സമാധാനത്തോടെ ധൈര്യമായി പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ആധാരത്തിന്റെ കോപ്പി എടുത്ത് ഈശോയുടെയും മാതാവിന്റെയും രൂപത്തിനടിയിൽ വയ്ക്കുകയും ബാങ്കുകാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം അദാലത്ത് വിളിക്കുകയും എനിക്ക് പൈസ ഇളവ് ചെയ്തു തരികയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥലം എടുക്കുന്നതിന് ആൾക്കാർ വരികയും സ്ഥലം വിറ്റ് കടങ്ങൾ പരിഹരിക്കുന്നതിനും വഴി സൗകര്യവും വെള്ളവും കറണ്ടും ഉൾപ്പെടെ 35 സെന്റ് സ്ഥലവും വലിയ ഒരു വീടും തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. പാലായിൽ നിന്നുള്ള സബിത മനോജിന്റെ സാക്ഷ്യം. 3-ാം തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ മാതാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, നീ പോയി സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ വീട് ഒരു കുന്നിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. റോഡ് സൈഡിൽ ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. 5 വർഷം മുമ്പ് റോഡ് സൈഡിൽ സ്ഥലം വാങ്ങിച്ചിട്ടിരുന്നു. എങ്കിലും ഇതുവരെയും വീട് പണിയാൻ സാധിച്ചിരുന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. 3-ാം തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ മാതാവ് എൻ്റെ ഉള്ളിൽ നീ പോയി ആ മേടിച്ച സ്ഥലത്ത് ഉപ്പ് വിതറാൻ പറഞ്ഞു. ഞങ്ങൾ പോയി അങ്ങനെ ചെയ്തു. 15 ദിവസം ആകുന്നതിന് മുമ്പേ വീട് പണിയാനുള്ള കാര്യങ്ങൾ ശരിയാവുകയും 5 മാസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കി കയറി താമസിക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. മരിയാപുരത്ത് നിന്നുള്ള ദിവ്യ ലിജോണിന്റെ സാക്ഷ്യം. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും 8 വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടി വഴി എനിക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ലായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തെങ്കിലും കുട്ടികൾ ഉണ്ടാകുന്നില്ലായിരുന്നു. 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയെങ്കിലും രണ്ടും ഒരു ട്യൂബിലായിരുന്നു. അതിനാൽ ആ ട്യൂബ് നീക്കം ചെയ്തു. പിന്നെ ഒരു ട്യൂബ് വെച്ച് പ്രഗ്നൻസി ആകുന്നില്ലായിരുന്നു. ഞങ്ങൾ മരുന്നെല്ലാം നിർത്തി കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു.
അച്ഛൻ വെഞ്ചരിച്ച് ലോക്കറ്റ് തരികയും സൈത്ത് അടിവയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞു. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായെങ്കിലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ശകുന്തളയുടെ സാക്ഷ്യം. പാമ്പ് കടിച്ച മുറിവ് ഉണങ്ങാതായപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ ഒറ്റ കൈവയ്പ് പ്രാർത്ഥനയിൽ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാതാവ് എന്നെ തൊട്ടു. ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി എന്റെ കാലിൽ എന്തോ കുത്തുന്നതായി തോന്നി. വീട്ടിലെത്തിയപ്പോൾ തല മരവിക്കുന്നത് പോലെ തോന്നി. എന്തെങ്കിലും കടിച്ചതാണോ എന്ന് മനസ്സിലായില്ല. പിറ്റേ ദിവസം കടുത്ത പനിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ ഉടമ്പടി തൈലം കാലിൽ പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പനി കുറഞ്ഞു. എന്നാൽ കുത്തുകൊണ്ട ഭാഗത്തു നിന്ന് വെള്ളം ഒലിക്കുന്ന അവസ്ഥയായി. ദിവസവും പോയി കാൽ ഡ്രസ് ചെയ്യേണ്ടി വന്നു. സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. 1.5 വർഷമായിട്ട് മുറിവ് ഉണങ്ങാതായപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ കാലിലെ നീരൊലിപ്പ് നിന്നു. മുറിവ് തീർത്തും ഉണങ്ങി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. പാലക്കാട് നിന്നുള്ള അരുണിന്റെ സാക്ഷ്യം. ഒരു കാൽ 80%, മറ്റേ കാൽ 90% ഡാമേജ്. ഹിപ്പ് റീപ്ലേസ്മെന്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. തുടർന്നുണ്ടായ ദൈവിക ഇടപെടൽ. എനിക്ക് കൊറോണ ടൈമിൽ കാലിൽ ഒരു പെയിൻ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഞരമ്പ് പിടിച്ചതായിരിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നടക്കാൻ പറ്റാതായി. പിന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹിപ്പിലേക്കുള്ള ബ്ലഡ് ഓട്ടം കുറഞ്ഞ് അത് കൂട്ടിമുട്ടി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് സർജറി വേണമെന്ന് പറഞ്ഞു. ഒരു കാൽ 80%, ഒരു കാൽ 90% അപ്പോൾ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഹിപ്പ് റീപ്ലേസ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 3 പ്രാവശ്യം പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു.